പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതി മുജീബ് റഹ്മാൻ മുത്തേരി ബലാത്സംഗ കേസിലെ ഒന്നാം പ്രതി മോഷ്ടിച്ച ഓട്ടോയിൽ വയോധികയെ കയറ്റി ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തിയതാണ് മുത്തേരി കേസ്. അനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് പോലീസ് മുത്തേരി സംഭവത്തിലെത്തിയത്. മറ്റൊരു കേസിൽ ജാമ്യത്തിലിറങ്ങി ദിവസങ്ങൾക്കകമാണ് മുജീബ് അനുവിനെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു. ഒളിവിൽ കഴിയുന്നതിനിടെ മുജീബിനെ പോലീസ് സാഹസികമായി പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഓ ആ മുജീബേ 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 മുജീബ് നീ പുറത്തു പോയിക്ക് ഒരു പാര എടുക്ക് മുജീബേ വാതിലേശം പൊളിഞ്ഞു വാതിലേശം പൊളിഞ്ഞു മുജീബേ മുജീബേ മുജീബ് മുജീബേ പുറത്തു നോക്കേ സാറേ വാതിൽ പൊളിക്കല്ലേ സാറേ, പ്ലീസ് പ്ലീസ് വാതിൽ പൊളിക്കല്ലേ സാറേ, വാതിൽ പൊളിക്കല്ലേ സാറേ, എന്തിനാ സാർ വാതിൽ പൊളിക്കുന്നത്? സാറേ വാതിൽ പൊളിക്കുന്നത് അല്ല കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇന്നലെ തന്നെ പേരാമ്പ്രയിലെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പോലീസ് പറഞ്ഞത് 50-ലധികം കേസുകൾ ഈ മുജീബിനെതിരെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് വയോധികയെ പീഡിപ്പിച്ച കേസിലടക്കം പ്രതിയാണ്. എന്നിട്ടും ഇയാൾ എങ്ങനെ പുറത്തിറങ്ങി? ഇത്രയധികം കേസുകളുള്ളപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ കാപ്പ ചുമത്തുകയും ജയിലടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത്തരം നടപടികളൊന്നും മുജീബിനെതിരെ ഉണ്ടായില്ലേ? ഗോകുൽ, മുജീബ് റഹ്മാൻ കൊടും ക്രിമിനലാണെന്ന് തെളിയിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവാദമായ മുത്തേരി ബലാത്സംഗ കേസിലെ ഒന്നാം പ്രതിയാണ് മുജീബ് റഹ്മാൻ എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഈ പേരാമ്പ്ര കേസിന് സമാനമായ കേസുകൾ മലപ്പുറം, ഒപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. ആ പരിശോധനയിലാണ് ഈ മുത്തേരി കേസിലേക്ക് എത്തിയത്. വിവാദമായ ഈ സംഭവം നടക്കുന്നത് 2020 ജൂലൈയിലാണ്. ജോലിക്ക് പോകുകയായിരുന്ന വയോധികയെ മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ ശേഷം കൈകാലുകൾ ബന്ധിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ബലാത്സംഗത്തിനൊടുവിൽ ഈ സ്ത്രീയുടെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്ന ശേഷം ഈ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. അനുവിന് സമാനമായ കേസാണ് അന്ന് മുത്തേരിയിലും നടന്നത്. ഈ കേസിലും വേഗത്തിൽ തന്നെ മുജീബ് റഹ്മാൻ പോലീസിന്റെ പിടിയിലായിരുന്നു. തുടർന്ന് ജയിൽവാസം കഴിഞ്ഞ് ഈ മുജീബ് റഹ്മാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി. അതിന്റെ വാദമുഖങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു സമാനമായ കേസിൽ കൂടി ഇയാൾ പ്രതിയാവുന്നത്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ നടന്ന കേസിൽ ഇയാൾ ജനുവരി 31-നാണ് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. അത് കൊണ്ടോട്ടിയിൽ ഒരു കട കുത്തി തുറന്ന ശേഷം മോഷണം നടത്തിയിരുന്നു. ആ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും തുടർന്ന് ജനുവരി 31-ന് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു. ആ സംഭവം നടന്ന് ജാമ്യത്തിൽ ഇറങ്ങി ഒരു മാസം പിന്നിടുമ്പോഴാണ് മറ്റൊരു കേസിൽ പെടുന്നത്. പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 55ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന്. അതിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രതിയെ ഇന്നലെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ പുറത്തുവിടുന്നത്. കൊണ്ടോട്ടിയിലെ വീട്ടിൽ രാഹുൽ, പുറത്തിറക്കി വിടാൻ കൊള്ളാത്ത അത്രയും ഹൃദയശൂന്യായ വ്യക്തിയാണ് ഈ മുജീബ് റഹ്മാൻ എന്ന് വ്യക്തമാക്കുന്നതാണ് അയാളുടെ പഴയകാല കുറ്റകൃത്യങ്ങളുടെ ചരിത്രം കൂടി. എന്നിട്ടും അയാൾ പുറത്തിറങ്ങുന്നു. കഴിഞ്ഞ ദിവസവും അനു എന്ന ഒരു യുവതിയുടെ ജീവനെടുക്കുന്ന നിലയുണ്ടായി. ഏതായാലും നമ്മുടെ നിയമപാലക സംവിധാനങ്ങൾക്ക് മുന്നിലെ വലിയ ചോദ്യചിഹ്നമാവുകയാണ് അയാൾ എങ്ങനെ പുറത്തിറങ്ങിയെന്നതും.